നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട്. പക്ഷേ നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഒരു അന്യായം നമ്മുടെ മൊബൈലിന്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പബ്ലിക് എന്ന നിലയിൽ സാധിച്ചെന്ന് വരില്ല. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കിഡിലൻ സീക്രട്ട് വീഡിയോ റെക്കോർഡറാണ്. ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്യും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ അക്സെപ്റ്റ് കൊടുക്കുക, വീണ്ടും അക്സെപ്റ്റ് കൊടുക്കുക, എന്നിട്ട് വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. വീണ്ടും അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഓവർലേ പെർമിഷൻ ഇവിടെ റെഡ് കളറിൽ കാണിക്കുന്നുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. മുകളിൽ 3 ഐക്കൺ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ 3 ഐക്കൺ ഉണ്ട്. അതിൽ നമുക്കിപ്പോൾ റെക്കോർഡിംഗ് ഒന്നും ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെക്കോർഡിംഗ് ഒന്നും കാണുന്നില്ല. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് കാണാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ലോങ് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് ദൂരത്തുള്ള വീഡിയോ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. പക്ഷേ കുറച്ച് ക്ലാരിറ്റി കുറയും എന്ന് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വീഡിയോ ഡേറ്റ് ടൈം നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക കേട്ടോ. നമ്മൾ ഷൂട്ട് ചെയ്ത ടൈമൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പിന്നെ സേവ് ടു ഗൂഗിൾ ഡ്രൈവ്, നിങ്ങൾക്ക് ഡയറക്റ്റ് ഗൂഗിൾ ഡ്രൈവിലേക്ക് ഇത് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ ഐ ഡി ഏതാണുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഡയറക്റ്റ് ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ആയിക്കോളും. ഓക്കെ. പിന്നെ സേവ് ടു ഡ്രോപ്പ് ബോക്സിലേക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് സേവ് ചെയ്യാം. അതുപോലെ തന്നെ അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ലോക്കൽ ഫയൽ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. അതിന് ശേഷം ഇവിടെ താഴെ ആക്ടിവേറ്റ് എന്ന വോളിയം കീ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് എത്ര പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് റെക്കോർഡ് ചെയ്യേണ്ടത് അതിവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. തൊട്ട് താഴെ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. കാരണം എല്ലാ മൊബൈലിലും വോളിയം കീ പ്രസ് ചെയ്തുകൊണ്ട് റെക്കോർഡിംഗ് ആകണം എന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് എന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ എത്ര പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യേണ്ടത് അതിവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ. എന്നിട്ട് എത്ര പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അതും അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ 1 അല്ലെങ്കിൽ 2 ഏതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾ ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാം. അതിന് തൊട്ട് താഴെ കണ്ടോ ഇതാ ഇവിടെ സെറ്റ് വോളിയം, എത്ര പ്രാവശ്യം വോളിയം പ്രസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അതിന് തൊട്ട് താഴെ നമുക്കിവിടെ പവർ കീ പ്രസ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതും നിങ്ങളുടെ മൊബൈലിൽ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് എത്ര പ്രാവശ്യം പവർ കീ ടച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് റെക്കോർഡ് ചെയ്യണം അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യേണ്ട ഓപ്ഷനും അങ്ങനെ തന്നെയാണ്. ഓക്കെ. ഇനി ഹാർഡ്വെയറിൻ്റെ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, അത് നമുക്ക് ആവശ്യമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അതിന് പുറമെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ തൊട്ട് താഴെ നിങ്ങൾ കാണാൻ സാധിക്കും വോയിസ് കമാൻഡ് എന്ന ഓപ്ഷൻ. അവിടെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് എന്താണ് ഇപ്പോൾ റെക്കോർഡ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടാണ് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റെക്കോർഡ് എന്ന് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് റെക്കോർഡ് ചെയ്യും. ഇവിടെ സെറ്റ് വോയിസ് കമാൻഡ്, ഇവിടെ നിങ്ങൾ എന്താണ് ടൈപ്പ് ചെയ്യുന്നത് അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ റെക്കോർഡാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓപ്ഷനുകൾ ഉണ്ട് എന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ഏതാണ് നിങ്ങളുടെ മൊബൈൽ വർക്കാകുന്നതെന്ന് എനിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് എല്ലാം കാണിച്ചു തരുന്നത്. ജനറൽ എന്ന ഭാഗത്ത് വീഡിയോ റെക്കോർഡിംഗ് ഡയറക്ടറി അത് ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇൻറ്റേർണൽ സ്റ്റോറേജ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓപ്പൺ കൊടുക്കുക കേട്ടോ. ഓപ്പൺ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യേണ്ടതായിട്ട് കാണിക്കും. ഇതിൽ യൂസ് ദിസ് ഫോൾഡർ എന്ന ഈ ഭാഗം താഴെയുള്ള ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. എന്നിട്ട് ഇവിടെ അലോ കൊടുക്കുക. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്തായാലും നമുക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ ടേൺ ഓഫ് ഇവിടെ ക്യാമറ ബീപ്പ് സൗണ്ട് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ മാക്സിമം റെക്കോർഡ് ടൈം 30 മിനിറ്റ് ആണ്, അതായത് 1/2 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 30 മിനിറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ. ഇനി നമുക്ക് റിപ്പീറ്റായിട്ട് വീണ്ടും റെക്കോർഡ് ചെയ്യാം കേട്ടോ. ഇവിടെ താഴെ അതിനുള്ള ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ റിപ്പീറ്റ് റെക്കോർഡിംഗ് അൺലിമിറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ. റിപ്പീറ്റായിട്ട് നിങ്ങൾക്ക് വീണ്ടും 30 മിനിറ്റ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ അൺലിമിറ്റഡ് തന്നെ നിങ്ങൾ വെക്കുക. ഓക്കെ. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇവിടെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ഓൾഡ് വീഡിയോ, പഴയ വീഡിയോ നിങ്ങൾക്ക് ഡിലീറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ. ഇനി തൊട്ട് താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ആപ്പ് പാസ്വേഡ്, ഒരു പാസ്വേഡ് ഇതിനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സേവ് കൊടുക്കുക. ഞാനിപ്പോൾ 1 2 3 4 ആണ് കൊടുത്തത്. ഇപ്പോൾ പാസ്വേഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. തൊട്ട് താഴെ ഇവിടെ കസ്റ്റമൈസ് നോട്ടിഫിക്കേഷൻ, അവിടെ നമുക്ക് ഐക്കൺ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് സെറ്റ് നോട്ടിഫിക്കേഷൻ ഐക്കൺ. നോട്ടിഫിക്കേഷൻ ബാറിൽ ഐക്കൺ നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക്
ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഐക്കൺ മാറ്റാം. ഇത് അത്ര വലിയ അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ജസ്റ്റ് ബാക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് വൈബ്രേറ്റ് വെൻ സ്റ്റാർട്ട് റെക്കോർഡിംഗ്, വൈബ്രേറ്റ് വെൻ സ്റ്റോപ്പ് റെക്കോർഡിംഗ്, അത് രണ്ടും നമുക്ക് വേണം. കാരണം നമ്മുടെ കയ്യിൽ അറിയണം, ആ വൈബ്രേറ്റ് അറിയണം. അതുകൊണ്ടാണ് ഇവിടെ ഫയൽ നെയിം, അതുപോലെ തന്നെ ഷോ റെക്കോർഡ് വീഡിയോ ടു ഗാലറി. നിങ്ങൾക്ക് ഗാലറിയിൽ ഈ റെക്കോർഡ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എനിക്ക് ഗാലറിയിൽ കാണണം, അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഗാലറിയിലും കാണാം, അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ അകത്തും കാണാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ ഷോ ടൈമർ വേണമെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. ഇവിടെ തൊട്ട് താഴെ നിങ്ങൾ കാണാൻ സാധിക്കും വീഡിയോ റെക്കോർഡിംഗ് ബൈ ഷേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതെൻ്റെ മൊബൈലിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് റെക്കോർഡ് ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡുകൾ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ കമ്മിങ് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ, അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ക്യാമറ, API, അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഫാസ്റ്റായിട്ട് നിങ്ങൾ കാണിച്ചിരുന്നേ ഉള്ളൂ. ക്യാമറ ഡയറക്ഷൻ ബാക്കാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി, ഇവിടെ നമുക്ക് അതിൻ്റെ റെസൊല്യൂഷനൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് 4K ക്വാളിറ്റിയിൽ വരെ റെക്കോർഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 4K തന്നെയാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, അതിനുശേഷം ഓഡിയോ ഇവിടെ ഓണിൽ തന്നെ വെക്കുക. പിന്നെ ഓഡിയോ നമുക്ക് വേണമല്ലോ എന്തായാലും. അതുപോലെ തന്നെ ഓഡിയോ സോഴ്സ് ക്യാം കോഡർ തന്നെയാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത്. ഫ്ലാഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്യാം. അതുപോലെ തന്നെ ക്യാമറ സൂം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ബാലൻസ്, അതുപോലെ തന്നെ വീഡിയോ ബിറ്റ് റേറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് ഫാസ്റ്റായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇതൊക്കെ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്യാമറ റൊട്ടേഷൻ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ആവശ്യമാണത്. അതുപോലെ തന്നെ സ്റ്റോറേജ്, GPS ലൊക്കേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ക്യാമറ പ്രീവ്യൂ ആപ്പ്, അതുപോലെ തന്നെ ക്യാമറ പ്രീവ്യൂ ഇൻ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ പിഞ്ച് ടു പ്രീവ്യൂ സ്ക്രീൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ടാപ്പ് ടു പ്രീവ്യൂ സ്ക്രീൻ, എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ സ്ക്രോൾ, പിന്നെ ഇവിടെ താഴെ കണ്ടോ നിങ്ങൾക്ക് ആപ്പ് ഐക്കൺ ചേഞ്ച് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് പ്രീവ്യൂ എന്ന ഭാഗമുണ്ട്. അവിടെയും ഇവിടെ ഞാനിപ്പോൾ ക്ലിക്ക് പ്രീവ്യൂ, അതിൻ്റെ ഐക്കണും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്തുകൊണ്ട് പാസ്വേഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് പാസ്വേഡ് ഞാൻ കൊടുത്തു. ഇനി നമുക്കിത് റെക്കോർഡ് ആകുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മാനുവലായിട്ട് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യാണ്. ഇപ്പോൾ ഷേക്ക് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഷേക്ക് ചെയ്തു, റെക്കോർഡിങ് സ്റ്റാർട്ടിങ് ആയി. ഓക്കെ, ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്കിത് ലോക്ക് സ്ക്രീനിൽ വർക്ക് ആകുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. ഇപ്പോൾ ഞാനിപ്പം നേരെ ബാക്ക് വരെയാണ്. ഓക്കെ, ഇപ്പം അത് റണ്ണിങ്ങിലാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ബാക്ക് വന്നിട്ട് ലോക്ക് ചെയ്യാണ്. ലോക്ക് ചെയ്തു. ഇപ്പം മൊബൈൽ ഷേക്ക് ചെയ്തു. ഇപ്പോൾ എൻ്റെ കയ്യിൽ അറിയുന്നുണ്ട് കേട്ടോ, വൈബ്രേറ്റ് റെക്കോർഡ് ആകുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ വിരൽ കൊണ്ട് ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ട്. അതൊക്കെ റെക്കോർഡ് ആകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇപ്പോൾ വിരലുകളൊക്കെ ഇങ്ങനെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഒന്നുകൂടി ഷേക്ക് ചെയ്യാണ്. ഇപ്പോൾ വൈബ്രേറ്റ് അടിച്ചു, റെക്കോർഡിങ് സ്റ്റോപ്പായി. ഓക്കെ, ഇനി നമുക്ക് ആ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ രണ്ടാമത്തെ ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 വീഡിയോ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്തതും രണ്ടാമത് റെക്കോർഡ് ചെയ്തതും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ആദ്യം റെക്കോർഡ് ചെയ്തത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു പ്ലെയർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് വൺ കൊടുത്താൽ മതി. ആ ഒരു വീഡിയോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ വീഡിയോ ഇതുപോലെ രണ്ടാമത്തെ വീഡിയോ നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ പ്ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് വൺ കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെ വീഡിയോ കൈ കൊണ്ട് വിരലുകൊണ്ട് ഞാൻ ചലിപ്പിച്ചതൊക്കെ കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ഹൈ ക്വാളിറ്റിയിലാണ് വീഡിയോ റെക്കോർഡ് ആകുക. പിന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ ഗാലറിയും കൂടി സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഗാലറിയിലും ഇത് വന്നിട്ടുണ്ടാവും. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗാലറി സെലക്ട് ചെയ്തുകൊണ്ട് ഗാലറിയിലും വന്നിട്ടുണ്ടാവും. ഇവിടെ വീഡിയോയുടെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ആ 2 വീഡിയോയും ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കൈ കൊണ്ട് ചലിപ്പിക്കുന്നതുണ്ടോ, അവിടെ വന്നിട്ടുണ്ട്, കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് റെക്കോർഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ലഭിക്കാം എന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഈ ആപ്ലിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഗൂഗിളാണ് ഓപ്പൺ ചെയ്തത്. ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇന്ത്യ ന്യൂസ് ഫോക്കസ് എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ സ്മോൾ ലെറ്ററിൽ സ്പേസ് ഇടാതെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ സെർച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഓപ്ഷൻ ഏറ്റവും മുകളിൽ കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങളിപ്പോൾ കണ്ട ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോയുടെ ഏറ്റവും ആദ്യം കണ്ട ആ ഒരു തമ്പനയിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ റീഡ് മോർ എന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഒരു യെല്ലോ കളറിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴേക്ക് വീണ്ടും പോകാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ തമ്പനയിലിൻ്റെ കുറച്ച് താഴെയായിട്ട് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും.
ഓക്കെ, ഇനി അങ്ങനെ നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ ഇവിടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു 3 ലൈൻസ് ഉണ്ടല്ലോ ഇടത് ഭാഗത്തുള്ള, അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ സെർച്ച് ബാർ ഉണ്ട്, സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് ആപ്ലിക്കേഷൻ, ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഹിഡൻ ക്യാമറയാണ്. ഹിഡൻ ക്യാമറ എന്നിവിടെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.